ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മസാല ഐറ്റം എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. നമ്മൾ വീടുകളിലൊക്കെ ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ മസാല, ഗരം മസാല, ഇങ്ങനെയുള്ള മസാല ഐറ്റംസ്. കറികൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മസാല ഐറ്റംസ്. പക്ഷേ എന്നാൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേറൊരു കാര്യം കൂടെയാണ്, ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന ഈ പാക്കറ്റ് മസാല മൊത്തവും വിഷാംശമുള്ള ഐറ്റമാണെന്നുള്ളത്. കാരണം ഇത് ചീത്തയാവാതിരിക്കാനും അതിൻ്റെ ടേസ്റ്റ് കൂട്ടാനും ഇതിന് മണത്തിനും അതിനൊക്കെ വേണ്ടി അവർ ചേർക്കുന്നത് മാക്സിമം അതിൻ്റെ കെമിക്കൽ ഐറ്റംസാണ്. എന്നാലും നമ്മളിതെല്ലാം മേടിച്ച് ഡെയിലി നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വളരെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് നമ്മുടെ വീടുകളിൽ നമുക്ക് വെറും 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് നല്ല അടിപൊളി മസാല നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ നല്ല അടിപൊളി മസാല എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. കേട്ടോ, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഐറ്റമാണിത്. അപ്പം ഞാനിവിടെ കറികൾക്കെല്ലാം ഇതാണ് ഞാൻ ഉണ്ടാക്കി നമ്മുടെ ഈ മസാല തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ കടകളിൽ നിന്ന് ഇപ്പോൾ മസാല മേടിക്കാറില്ല. അതുകൊണ്ട് ഇപ്പം ഞാൻ ഈ ഒരു അറിവ് നിങ്ങൾക്കും കൂടെ പറഞ്ഞുതരാം എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ മസാല, ഗരം മസാല എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഈ മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ഐറ്റംസാണ് വേണ്ടതെന്നുള്ളത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്ന ഐറ്റം. പിന്നെ നമുക്ക് വേണ്ടത് കുരുമുളകാണ്, ഉണങ്ങിയ നമ്മുടെ നാടൻ കുരുമുളക്. പിന്നെ കുറച്ച് തക്കോലം, പിന്നെ നമ്മുടെ ഏലക്ക, പിന്നെ വേണ്ടത് ഗ്രാമ്പു, നമ്മുടെ നാടൻ ഗ്രാമ്പു, പിന്നെ കുറച്ച് കറുവപ്പട്ട, പിന്നെ നമ്മുടെ വഷ്ണയില, ഉണങ്ങിയ വഷ്ണയില, പിന്നെ ഇതിനകത്ത് വേണ്ട ഐറ്റമാണ് മല്ലി. ഇത്ര ഐറ്റംസാണ് നമുക്ക് നമ്മുടെ ഗരം മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിൻ്റെ അളവുകൾ എന്തൊക്കെയാണെന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പം നമ്മളിത് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഈ ടേബിൾ സ്പൂണിൻ്റെ കണക്കാണ് നമ്മൾ ഐറ്റംസ് എടുക്കുന്നത്. അപ്പം ആദ്യമായിട്ട് നമ്മൾ നമ്മുടെ പെരിഞ്ജീരകം, ഈ പെരിഞ്ജീരകം നമ്മൾ 5 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് എടുക്കുന്നത്. കാരണം ഇതിനകത്ത് മെയിൻ ഐറ്റം എന്ന് പറയുന്നത് പെരിഞ്ജീരകമാണ്. പിന്നെ നമ്മുടെ കുരുമുളക് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രാമ്പുവാണ്. ഗ്രാമ്പ് നമുക്കൊരു 1/2 ടേബിൾ സ്പൂണ്, ഇത്രയും മതി. 1/2 ടേബിൾ സ്പൂൺ ഗ്രാമ്പു എടുക്കുക. പിന്നെ നമുക്ക് ഒരു 3 തക്കോലം. പിന്നെ നമുക്ക് നമ്മുടെ ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഏലക്ക. കാരണം ഏലക്ക ചില ആൾക്കാർ ഒരുപാട് ഇടാറുണ്ട്, പക്ഷേ ഏലക്ക ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും, ഒരുപാട് വല്ലാത്ത ടേസ്റ്റ് വരും. അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ഏലക്ക മതി നമുക്ക്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയാണ്. മല്ലി നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലി. പിന്നെ നമുക്ക് വേണ്ട ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കറുവപ്പട്ട ഞാനൊരു വലിയ 3 പീസ് എടുത്തിട്ടുണ്ട്. വലിയ 3 പീസാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ വഷ്ണയില, ഉണങ്ങിയ വഷ്ണയില ഒരു 2 പീസ്. ഇത്ര ഐറ്റംസാണ് നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാനുള്ളത് ഒരു പാനിലേക്ക് നിന്ന് നമുക്ക് ചൂടാക്കണം നമുക്കിത്. അപ്പോൾ നമുക്ക് നേരെ ഇത് ഒരു പാൻ എടുത്തിട്ട് പാനിലേക്ക് നിന്ന് വെച്ച് ചൂടാക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഏതാണെന്ന് വെച്ചാൽ നല്ലൊരു ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പാൻ ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഈ മസാല ഐറ്റംസ് എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മസാല ഇട്ടതിന് ശേഷം ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. കാരണം അധികം തീ കൂട്ടി വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ മസാല ഒന്നിനും കൊള്ളാത്ത അവസ്ഥയായി പോകും. പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളത്തില്ല, പിന്നെ അത് കരിഞ്ഞ ആ ഒരു ടേസ്റ്റ് വരും. അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇത് വെച്ച് ഇത് ഫ്രൈ ആക്കാവുള്ളത്. കാരണം അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ പിന്നെ ഇത് ഒരു അടുക്കി കിടക്കുന്നതെല്ലാം പെട്ടെന്ന് ആദ്യം തന്നെ അങ്ങ് കരിഞ്ഞ് ആദ്യം അങ്ങ് ഫ്രൈ ആയിപ്പോകും. പിന്നെ മേളിൽ കിടക്കുന്നത്
എന്താ പറയുക, അത് ഫ്രൈ ആവാതെ ആ ഒരു സിറ്റുവേഷനിൽ വന്നു പോകും. അതുകൊണ്ട് ഇത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഇത് മാക്സിമം നമുക്കൊരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളത്. അതുകൊണ്ട് മാക്സിമം ഇത് കണ്ടിന്യൂസ് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇത് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഇത്. അപ്പം നമ്മുടെ മസാലയൊക്കെ ഏകദേശം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 2-2.5 മിനിറ്റ് അടുത്തോളം ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടോ, അതിപ്പോൾ നല്ല പരുവത്തിന് ഇപ്പം അതിൻ്റെ കളറൊക്കെ ഒരു ചെറിയ ചേഞ്ച് വന്ന ഒരു ചെറിയൊരു ബ്രൗൺ കളർ മാതിരി ആയിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പരുവത്തിന് വേണം ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കാരണം ഇപ്പം ഇതിനകത്ത് ഇത് ചിലർ വിചാരിക്കും ഇപ്പോൾ ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത് നേരെ ഡയറക്റ്റ് തന്നെ ഇട്ടങ്ങ് മസാല പൊടിച്ചെടുത്താൽ പോലെ എന്ന് ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ അതിനൊക്കെ അത് ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുന്നത്, ഈ മസാല കൂട്ടുന്നത് ഇതിനകത്തൊക്കെ ചിലപ്പം ചെറിയ ചെറിയ ജലാംശത്തിൻ്റെ അളവുകൾ കാണും ഇതിനകത്ത്. നമ്മൾ ഡയറക്റ്റ് ഇട്ട് പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അധികം നാൾ നമുക്കിത് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പം ഇത് 1-2 ദിവസത്തേക്കുള്ള യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് യൂസ് ചെയ്യാം. ഇത് അധികം നാൾ വെച്ച് ഇതേപോലെ ക്വാണ്ടിറ്റി കൂടുതൽ വെച്ച് നമുക്ക് ഒരുപാട് നാളുകൾ ഉപയോഗിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാസങ്ങളോളം ഈ മസാല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ മസാല എല്ലാം ഇവിടെ നല്ലപോലെ നമുക്ക് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇനി ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് മിക്സിയിലിട്ട് നമുക്കിതൊന്ന് പൊടിക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ നേരത്തെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മൾ ഇത് പാനിൽ ചൂടാക്കിയിട്ട് ഒരു പ്ലേറ്റിനകത്ത് ഒരു 5 മിനിറ്റ് ഇതൊന്ന് തണുക്കാനായിട്ട് വെക്കണം. നമ്മൾ ഡയറക്റ്റ് ആ പാനിൽ നിന്ന് മിക്സിക്കകത്തിട്ട് പൊടിക്കാനായിട്ട് പോകരുത്. ഇത് നേരെ എടുത്ത് നമ്മൾ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതേപോലെ ഈ കറുവപ്പട്ടയൊക്കെ ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കുക. അതിന് ശേഷം മാത്രം ഇത് മിക്സിക്കകത്തിട്ട് നമുക്ക് പൊടിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമുക്ക് മിക്സിക്കകത്തോട്ട് ഇതൊന്ന് മാറ്റാം നമുക്ക്. അപ്പോൾ ഞാനിത് കുറേശ്ശെ മിക്സിയിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഈ ഇലയും ഈ ഐറ്റംസ് എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കിട്ടും. ഈ ഇലയെല്ലാം ഇതിനകത്ത് തന്നെ ഇട്ടങ്ങ് പൊടിച്ചാൽ മതി. നമ്മൾ സെപ്പറേറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ ഞാനത് മിക്സിക്കകത്തിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. നമുക്കിത് കണ്ടോ, അങ്ങനെ ഞാനിപ്പം മിക്സിക്കകത്ത് ജസ്റ്റ് ഇതൊന്ന് പൊടിച്ചെടുത്തതാണിത്. അപ്പം നല്ല അടിപൊളിയായിട്ട് നല്ല പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് സംഭവം. ഇത് നമ്മൾ എന്താ പറയുക, നമ്മൾ കടകളിൽ നിന്നൊക്കെ മേടിക്കുന്ന ഇറച്ചി മസാല അതൊക്കെ മേടിക്കാറുണ്ട്. ഇറച്ചി ഉണ്ടാക്കാനും നമ്മൾ ഓരോ കറികൾക്കൊക്കെ നമ്മൾ കടകളിൽ നിന്ന് പാക്കറ്റിൽ നിന്ന് മേടിക്കുന്ന മസാലകളിൽ എന്ത് എളുപ്പമുണ്ട് ഉണ്ടാക്കാൻ. ഇത് കൂടി എന്ന് കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് പോലും ഇത് വേണ്ട നമുക്ക് ഉണ്ടാക്കാനായിട്ട്. കടകളിൽ നിന്ന് നമ്മൾ ഈ വിഷാംശം ചേർന്ന സാധനം മേടിച്ച് തിന്നുന്നതിനെക്കാട്ടിലും നല്ലത് എന്ത് എളുപ്പമുണ്ട് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമല്ലേ ഇത് ഉണ്ടാക്കാൻ. ഇത് അതുപോലെ തന്നെ ഇത് പൊടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. എൻ്റെ സ്മെല്ല് കാരണം ഇത് ഫ്രൈ ആക്കുമ്പോഴും തന്നെ നല്ല അടിപൊളി സ്മെല്ലാണ് ഇതിന് വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ പൊടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് അട്ടാറ് സ്മെല്ല്, നല്ല അടിപൊളി അട്ടാറ് സ്മെല്ലാണ് ഇതിന് കിട്ടുന്നത്. അതുപോലെ തന്നെ ഇത് കറി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ വീട്ടിൽ ഇത് ഈ ഒരു ഐറ്റം വെച്ച് തന്നെയാണ് ഞാൻ കറികളെല്ലാം ഉണ്ടാക്കുന്നത്. കറികളുടെ ടേസ്റ്റാണ് ശരി, ആ കറിക്കുള്ള ആ സ്മെല്ലാണെങ്കിലും ശരി, ഒന്ന് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. നല്ല അടിപൊളി സ്മെല്ലാണ്, അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ഈ മസാല ഇനി ഞാനൊന്ന് ഒരു ബോട്ടിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് ഈ മസാല ഞാനിപ്പോൾ ഈ ഒരു ചെറിയൊരു ബോട്ടിലേക്ക് മാറ്റുകയാണത്. അപ്പോൾ നമുക്ക് ബോട്ടിലേക്ക് ഇതേപോലെ ഓരോ പൊടിച്ചിട്ട് ഇതേപോലെ ഓരോ ബോട്ടിലേക്ക് മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചീത്തയാവാതെ മാസങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പം തന്നെ ഇപ്പം മസാല ഇതിനകത്തിട്ട് ഇടുമ്പോൾ തന്നെ അതിൻ്റെ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് അതിന്. കണ്ടോ, ഇതേപോലെ ഓരോ ബോട്ടിലിലാക്കുക, അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് മാസങ്ങളോളം നമുക്കിത് ഉപയോഗിക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മസാല ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത് കണ്ടില്ലേ, ഇത് എന്തെളുപ്പമുണ്ട് ഈ മസാല ഉണ്ടാക്കാനായിട്ട്. ഇത് എന്തായാലും ഇതിനകത്ത് ഒരു വിഷാംശമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. നമുക്ക് വയറിനൊരു അസുഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇത് നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഈ ഒരു മസാല കൂട്ടി നമുക്ക് കറിയൊക്കെ വെച്ച് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ പറയാം, ഇത് ആ കറിക്ക് തന്നെ ഒരു പ്രത്യേക സ്മെല്ലും നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പം അതുകൊണ്ട് ഇതെല്ലാവരും ഇങ്ങനെ മസാല ഉണ്ടാക്കി കറി വെച്ച് കഴിക്കാൻ ശ്രമിക്കുക. ഈ കടകളിൽ നിന്ന് മേടിക്കുന്ന ഈ പാക്കറ്റ് മസാലകളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ഈ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ഓക്കെ.
ബൈ.